പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ലുക്മാൻ ഹക്കീം ഇരാറ്റിപ്പേട്ട. ഇന്നത്തെ വിഷയം ദിക്റുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക. എന്താണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്? ദിക്റുല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ സൗദിയിലൊക്കെ പോയവർക്കറിയാം, വഴിയരികളെല്ലാം ഓരോ കിലോമീറ്റർ ദിക്റുല്ലാഹ് ദിക്റുല്ലാഹ് അല്ലാഹു അക്ബർ ദിക്റുല്ലാഹ് എന്നായിരുന്നു. അപ്പോൾ ഉദ്ദേശം അത് ദിക്റുല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മൾ ഓർക്കും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അങ്ങനെ അള്ളാഹുത്തെ പ്രകീർത്തിക്കുക. അതിലുപരി ഓരോ 24 മണിക്കൂറും നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുക. അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ. അള്ളാഹു നമ്മൾ രാവിലെ നമ്മൾ രാത്രി കടന്നു കഴിഞ്ഞു, രാവിലെ സുബഹ് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വൽ നുശൂർ. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമ്മളിരുന്നു, നമ്മൾ ബാത്റൂമിലേക്ക് കയറി. നമ്മൾ ബാത്റൂമിലേക്ക് ദുആ ഉണ്ട്, ബാത്റൂമിൽ ഇറങ്ങി ദുആ ഉണ്ട്, അത് ഞാൻ ഒളൂ ചെയ്യുന്നു. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയിലാണ്. ആ തുടക്കം മുഴുവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ എല്ലാ കച്ചവടം ബിസിനസ് വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ സ്മരണ, എല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സ്മരണക്കാരി മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ സ്മരണയിൽ. അത് അള്ളാഹുവിൻ്റെ ദിക്ർ, അത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ട ദിക്ർ. പിന്നെ നമുക്ക് ദിക്ർ ചെയ്യാൻ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അതുപോലെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ ഒട്ടും പരിശുദ്ധനാണ്, ഞാൻ ഒന്നുമല്ല, നീയാണ് ഏറ്റവും വലിയ പരിശുദ്ധനല്ല. അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവ്വഫുദി, നിനക്ക് എന്തെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹം എനിക്ക്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അല്ലാഹു നീയാണ് ഏറ്റവും വലിയ, നീയാണ് ഏറ്റവും വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു നീ അല്ലാതെ ആരാധനയ്ക്ക് നീ മാത്രമേ അല്ലാഹ് അറിയിക്കാൻ ഒരു ആരില്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ർ നമ്മളെ ഏറ്റവും കൂടുതൽ ഒരുപാട് ചൊല്ലുക. സുബ്ഹാനല്ലാഹ് വായിക്കുമ്പോൾ ഒരുപാട് അല്ലാഹു തആല ഒരുപാട് സവാബ്. അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ദിക്ർ നമ്മൾ അല്ലാഹുവിനെ പറ്റി നമ്മൾ സംസാരിക്കും, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ ദിക്ർ കാര്യം സലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ നമ്മളെ ഏറ്റവും ദിക്ർ. ഞാൻ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ അല്ലാഹുവിന് എന്താണ്? നമ്മൾ അല്ലാഹുവിൻ്റെ സ്മരണ 24 മണിക്കൂറും അല്ലാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൂടുതൽ ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ഇപ്പോൾ പരിശുദ്ധ റമളാൻ മാസം വരുന്ന ഒരു അമലിന് അള്ളാഹു 75,000 കൂലി വെച്ചിരിക്കുന്ന ഓരോ അമലിനും. അപ്പോൾ ഒരു ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹ് പറഞ്ഞ 75,000. അതുപോലെ നമുക്ക് പല അമലുകൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുക. അള്ളാഹു താല നമ്മുടെ ഈ ഒരു റമളാൻ മാസം നമുക്ക് അള്ളാഹു താല നമുക്ക് അനുകൂലമാക്കി തീർക്കട്ടെ എന്ന് നമ്മുടെ ഒരു സമയം ഒരു സെക്കൻഡ് പോലും കളയാതെ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് സ്മരണയിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ മാത്രം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.